എല്ലാവർക്കും നമ്മളുടെ സ്റ്റോക്ക് മാർക്കറ്റ് ബേസിക്സ് കോഴ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നോക്കിയിട്ടുണ്ടായത് സെറോദ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിന്റെ കംപ്ലീറ്റ് ട്യൂട്ടോറിയൽ ആയിരുന്നു. അപ്പോൾ ഇനി നിങ്ങൾ അപ്സ്റ്റോക്സിലാണ് നിങ്ങളുടെ ഡിമാറ്റ് ആൻഡ് ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ സെറോദയിൽ ഓപ്പൺ ചെയ്ത ആളുകൾക്ക് ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാം. നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അപ്സ്റ്റോക്സിന്റെ ഒരു കംപ്ലീറ്റ് എങ്ങനെയാണ് ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിക്കുക, എങ്ങനെയാണ് അതിൽ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക, ട്രേഡ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നതായിരിക്കും. അപ്പോൾ സ്ക്രീനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അപ്സ്റ്റോക്സിന്റെ നമ്മൾ ഈ ഒരു വെബ് പ്ലാറ്റ്ഫോമാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് അപ്സ്റ്റോക്സിന്റെ മൊബൈൽ പ്ലാറ്റ്ഫോമും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും പോയിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടിയ ഒരു ലോഗിൻ ക്രെഡൻഷ്യൽസ് വെച്ചിട്ട് ലോഗിൻ ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാര്യങ്ങൾ സെയിം തന്നെയായിരിക്കും, വേറെ ഡിഫറൻസ് ഒന്നുമില്ല. ഇനി അതുപോലെ തന്നെ പറയാനുള്ള കാര്യം, നിങ്ങളിപ്പോൾ അപ്സ്റ്റോക്സ് ആണ് അല്ലെങ്കിൽ സെറോദ ആണ് ഏത് പ്ലാറ്റ്ഫോമാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും വൺസ് ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഒന്ന് പരിചയമായി കഴിഞ്ഞാൽ, ഒന്ന് യൂസ് ചെയ്ത് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നീട് വേറെ ഏത് പ്ലാറ്റ്ഫോം ഉപയോഗിക്കാനാണെങ്കിലും നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. കാരണം എല്ലാ പ്ലാറ്റ്ഫോംസിൻ്റെയും അതിലുള്ള ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. പേരിലും മറ്റൊക്കെ ചെറിയ ചെറിയ ഡിഫറൻസ് ഉണ്ടാവുന്നല്ലാതെ വേറെ ഭയങ്കര ചേഞ്ചും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പ്ലാറ്റ്ഫോം നല്ല രീതിയിൽ മനസ്സിലായി കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് മറ്റൊരു പ്ലാറ്റ്ഫോമിലേക്ക് സ്വിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ അത് ജസ്റ്റ് ഓർത്ത് വെക്കുക. ഇനിയിപ്പം അപ്സ്റ്റോക്സിൻ്റെ പ്ലാറ്റ്ഫോമിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് അപ്സ്റ്റോക്സിൻ്റെ വെബ് പ്ലാറ്റ്ഫോമിൽ ലോഗിൻ ചെയ്യാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു pro.upstocks.com എന്ന് പറയുന്ന ഒരു ലിങ്കിൽ വരിക. ലിങ്കിൽ വന്നു കഴിഞ്ഞാൽ അവരുടെ ലോഗിൻ പേജിൽ വന്നിട്ട് നിങ്ങളുടെ നിങ്ങൾക്ക് കിട്ടിയ നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത സമയത്ത് കിട്ടിയ ഒരു ലോഗിൻ ഡീറ്റെയിൽസും ആ ലോഗിൻ ക്രെഡൻഷ്യൽസ് വെച്ചിട്ട് ലോഗിൻ ചെയ്യുക. മേ ബി ഒരു OTP എൻ്റർ ചെയ്ത് കൊടുക്കേണ്ട, OTP കൂടെ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ലോഗിൻ ചെയ്ത് വരിക എന്ന് പറഞ്ഞ് ഇതുപോലത്തെ ഒരു സ്ക്രീനിലേക്കായിരിക്കും. അപ്പോൾ ഓൾമോസ്റ്റ് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ സെറോദനെ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് കഴിഞ്ഞ ട്യൂട്ടോറിയൽ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഓൾമോസ്റ്റ് സിമിലർ. ഇപ്പോൾ സെറോദൻ്റെ പ്ലാറ്റ്ഫോമാണ് ഈ ലെഫ്റ്റ് ഇത് കാണുന്നത്, ഇത് അപ്സ്റ്റോക്സിൻ്റെ ആണ്. ഇവിടെ നോക്കിയാൽ എന്താണ് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഹോം സ്ക്രീനെ രണ്ട് രീതിയിലാണ് ഇത് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഒന്ന് ഈ ലെഫ്റ്റ് സൈഡിൽ ഈ കാണുന്ന ഈ ചെറിയൊരു ബോക്സ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾക്ക് നമ്മളുടെ ഏതെങ്കിലും പെർട്ടിക്കുലർ സ്റ്റോക്കുകൾ നമുക്ക് ട്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സ്റ്റോക്കുകൾ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്ത് ട്രാക്ക് ചെയ്യാനോ വാച്ച് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ ഏതൊക്കെ സ്റ്റോക്കുകളാണ് നമുക്ക് ട്രാക്ക് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഏതൊക്കെ സ്റ്റോക്കുകളാണ് നമുക്ക് വാങ്ങേണ്ടത് ആ സ്റ്റോക്കുകളുടെയൊക്കെ ലിസ്റ്റ് ആഡ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു സെക്ഷനാണ് ഈ കാണുന്ന ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ ഒരു വാച്ച് ലിസ്റ്റ് എന്ന് പറയുന്നത്. റൈറ്റ് സൈഡിലെ സെക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് സ്റ്റോക്കുകളുടെ ഇപ്പോൾ ഇവിടെ കാണുന്നത് സ്റ്റോക്കിൻ്റെ ചാർട്ടാണ്, പ്രൈസ് മൂവ്മെൻറ്റിൻ്റെ ചാർട്ട്. എല്ലാ സ്റ്റോക്കിനെയും ഇത്തരത്തിലുള്ള പ്രൈസ് മൂവ്മെൻറ്റിൻ്റെ ചാർട്ട്, നമുക്ക് ചാർട്ടിനെ പറ്റി മുന്നോട്ട് പോകുമ്പോൾ ഡിസ്കസ് ചെയ്യാം. പ്രൈസ് മൂവ്മെൻറ്റ് ചാർട്ട് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ചാർട്ടുകൾ നമുക്ക് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കാണാൻ പറ്റും. ഇനി അതുപോലെ തന്നെ നമുക്ക് ഏതെങ്കിലും സ്റ്റോക്കിൽ ഓർഡേഴ്സ് പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, സ്റ്റോക്കുകൾ വാങ്ങാനോ വെക്കാൻ ഓർഡേഴ്സ് പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കിവിടെ താഴത്തെ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ക്യാൻസൽ ചെയ്ത ഓർഡറാണ്, അത് നോക്കേണ്ട, ആ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. പൊസിഷനിൽ എന്തെങ്കിലും നിങ്ങളിപ്പോൾ കറൻലി, അതായത് പൊസിഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഇന്നത്തെ ദിവസം എന്ത് സ്റ്റോക്ക് വാങ്ങിക്കഴിഞ്ഞാലും ഏത് ട്രേഡ് എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കാണിക്കാമെന്ന് പറഞ്ഞ് ഈ ഒരു ബോക്സിലായിരിക്കും കാണിക്കാം. അത് ഈവൻ നിങ്ങൾ ഡെലിവറി, അതായത് പൊസിഷണൽ ട്രേഡ്സ്, അതായത് ഹോൾഡിങ്ങിന് വേണ്ടി നാളത്തേക്കോ മറ്റന്നാളത്തേക്കോ അല്ലെങ്കിൽ ഒരാഴ്ചത്തേക്കോ മറ്റോ ഹോൾഡ് ചെയ്യാൻ വേണ്ടി വാങ്ങിയ സ്റ്റോക്കുകളാണെങ്കിൽ പോലും ഇന്നത്തെ ദിവസമാണ് നിങ്ങൾ വാങ്ങിയത് എന്നുണ്ടെങ്കിൽ എല്ലാ സ്റ്റോക്കുകളും കാണിക്കുക ഈ ഒരു പൊസിഷൻ എന്ന് പറയുന്ന സെക്ഷനിലായിരിക്കും കാണിക്കുക. ഇനി ഹോൾഡിങ്സിൽ വാങ്ങിയ സ്റ്റോക്ക് ആണെങ്കിൽ ഇന്നത്തെ ദിവസം ആ ദിവസം ഇവിടെ കാണിക്കും, നെക്സ്റ്റ് ഡേ മുതൽ കാണിക്കുന്നത് ഈ ഒരു ഹോൾഡിങ്സിലായിരിക്കും. അപ്പോൾ ഹോൾഡിങ്സ് എന്ന് പറഞ്ഞാൽ ലോങ് ടേം ഇൻവെസ്റ്റ് ചെയ്യുന്ന സ്റ്റോക്കുകളാണ് നമുക്ക് ഈ ഒരു ഹോൾഡിങ്സിൽ കാണിക്കുക. അപ്പോൾ വാങ്ങിയ ദിവസം പൊസിഷനിൽ കാണിക്കും, നെക്സ്റ്റ് ഡേ മുതലായിരിക്കും ഹോൾഡിങ്സിൽ കാണിക്കുക. അപ്പോൾ അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ആണ് നമുക്ക് ഇവിടെ എന്താണ് ഈ ഒരു റൈറ്റ് സൈഡിൽ ഈ ഒരു ബോക്സിൽ കാണാം. ഇതിൽ തന്നെ നമുക്ക് എന്താണ് ഒന്നുകിൽ ഈ ഒരു ചാർട്ട് സ്ക്രീൻ ഫുള്ളായിട്ട് വെക്കാം. ഇനി നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സ്ക്രീൻ ഫുള്ളായിട്ട് വെക്കാം. അല്ലെങ്കിൽ എന്താണ് നമുക്കിവിടെ പകുതി വേണമെന്നുണ്ടെങ്കിൽ അത്തരത്തിൽ അങ്ങനെയും സെറ്റ് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി അതുപോലെ നമുക്കിവിടെ ബാക്കി നമ്മളിതിലെ ഫണ്ട് ഈ അക്കൗണ്ടിൽ നോക്കി കഴിഞ്ഞാൽ 4 lakh നമുക്ക് ഫണ്ട് കാണുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഫണ്ട് ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ആഡ് ഫണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫണ്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ബാക്കി വേറെയും കുറേയധികം ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ ഇതിലിപ്പം F&O എന്ന് പറയുന്ന ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ആണ്. ഇതിലേക്കൊന്നും നിങ്ങൾ ഇനിഷ്യലി പോകേണ്ട ആവശ്യമില്ല. ആസ് എ ബിഗിനർ നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങളാണ്, അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ഇവിടെ ഇതാണ് നിങ്ങൾ കാണുന്നത്, നമ്മൾ IPO പറ്റി മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് IPO വേണ്ടി അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ IPOക്ക് വേണ്ടി അപ്ലൈ ചെയ്യും. ഇപ്പോൾ കറൻലി ആക്റ്റീവ് ആയിട്ടുള്ള IPOസിൻ്റെ ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണാൻ പറ്റും. അതായത് ഇതാണ് പ്രൈമറി മാർക്കറ്റ്. ഇപ്പോൾ പ്രൈമറി മാർക്കറ്റിൽ നമ്മൾ പഠിച്ചു എന്താണ് അപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിൻ്റെ അപ്ലൈ ചെയ്യാനുള്ള ഡീറ്റെയിൽസ് നമുക്ക് ഇപ്പോൾ നിങ്ങളുടെ ഒരു തിയറിയും പ്രാക്ടിക്കലായിട്ട് കണക്ട് ആവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ നിന്നാണ് ഇനീഷ്യൽ നമുക്ക് അപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ വാങ്ങാം. ഓക്കെ, ഇനി എന്താണ് അതേപോലെ ബാക്കി മ്യൂച്വൽ ഫണ്ട്സ് വേണമെങ്കിൽ മ്യൂച്വൽ ഫണ്ട്സ് അങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെ ഇവിടെ ഉണ്ട്. അതിലേക്കൊന്നും ഞാൻ ഇപ്പോൾ കറൻലി പോകുന്നില്ല. ഇവിടെ ഈ ഒരു ട്രേഡാണ് ഞാൻ ഇപ്പോൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മളിവിടെ വാച്ച് ലിസ്റ്റിലേക്ക് വരികയാണെങ്കിൽ നമുക്കിവിടെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള വാച്ച് ലിസ്റ്റ് ക്രിയേറ്റ് ന്യൂ വാച്ച് ലിസ്റ്റ് എന്ന് കാണുന്നുണ്ടാവും. ഞാൻ ഇതിൽ ക്ലിക്ക് ചെയ്യാണ്. ജസ്റ്റ് ഇവിടെ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊന്ന് ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഒരു വാച്ച് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാണ്. ഓക്കെ, വൺസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏതാണോ സെലക്റ്റഡ് ആയിട്ടുള്ളത് അതിനാണ് ഇവിടെ ഒരു ബ്ലൂ ഡോട്ട് കാണിക്കുക. ഞാൻ ഈ ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു ക്ലിക്ക് ചെയ്ത് കഴിയുന്ന സമയത്ത് എന്താണ് അവിടെ ആ ഒരു ബ്ലൂ ഡോട്ട് വന്നു. അപ്പോൾ ഇപ്പോൾ സെലക്ട് ആയിട്ടുള്ളത് ഈ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു വാച്ച് ലിസ്റ്റാണ്, ടെസ്റ്റ് എന്ന് പറയുന്ന വാച്ച് ലിസ്റ്റാണ്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ട സ്റ്റോക്കുകൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു എക്സാമ്പിളിന് ഞാനിപ്പോൾ ഇവിടെ റിലയൻസ് സെർച്ച് ചെയ്യാണ്.
ഇവിടെ ക്യാഷ് നിങ്ങൾ സെലക്ട് ചെയ്താൽ മതി. ഇവിടെ ഓളിൽ വന്നു കഴിഞ്ഞാൽ കുറേ സംഭവങ്ങൾ കാണിക്കും, ഫ്യൂച്ചേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ കാണിക്കും. അതിന് പകരം നിങ്ങൾ ക്യാഷ് സെലക്ട് ചെയ്താൽ മതി. ഓക്കെ, റിലയൻസ് വന്നു കഴിഞ്ഞാൽ എന്താണ് ഇപ്പോൾ കാണുന്നത്, റിലയൻസ് കാണിക്കുന്നുണ്ട്. ഓക്കെ, റിലയൻസ് ഞാൻ ഇവിടെ ആഡ് കൊടുക്കുകയാണ്. റിലയൻസ് എന്താണ് താഴെ എന്താണ് കാണിക്കുന്നത്, എക്സ്ചേഞ്ച് ഏതാണ്, NSE EQ എന്ന് കാണിക്കുന്നത്. NSE ഇക്വിറ്റി എന്ന് പറയുന്ന സ്റ്റോക്കിലാണ് EQ എന്ന് പറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ ഈ സ്റ്റോക്കുകളെ മെൻഷൻ ചെയ്യുന്നതാണ് EQ എന്ന് പറയുന്നത്. ഇനി അതുപോലെ എന്താണ് റിലയൻസിൻ്റെ തന്നെ BSE, രണ്ട് എക്സ്ചേഞ്ചിലും റിലയൻസ് ട്രേഡ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ റിലയൻസിൻ്റെ BSE നമുക്കിവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് എന്താണ് രണ്ട് എക്സ്ചേഞ്ചാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ചില സ്റ്റോക്കുകൾ രണ്ട് എക്സ്ചേഞ്ചിലും ഉണ്ടാകും. ഇപ്പോൾ റിലയൻസ് രണ്ട് എക്സ്ചേഞ്ചിലും ഉള്ളതുകൊണ്ടാണ് ഇവിടെ NSEൻ്റെതും കാണിക്കുന്നുണ്ട്, BSEൻ്റെതും കാണിക്കുന്നുണ്ട്. ഇതിൽ ഏതിലും വേണമെങ്കിൽ നമുക്ക് സ്റ്റോക്കുകൾ വാങ്ങാം. ഇപ്പോൾ ഞാനിവിടെ ജസ്റ്റ് NSE ഒരു വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്തു. ഓക്കെ, വൺസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് നമുക്ക് ആ ഒരു സ്റ്റോക്കിനെ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും, അതിനെ വാച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു വാച്ച് ചെയ്യേണ്ട ലിസ്റ്റിനെയാണ് നമ്മളിവിടെ വാച്ച് ലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഏത് സ്റ്റോക്കുകൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ ഈ ഒരു രീതിയിൽ എന്താണ് ഇപ്പോൾ ടാറ്റ മോട്ടോഴ്സ് എനിക്കിപ്പോൾ ഇവിടെ കാണുന്നുണ്ട്, NSE കാണുന്നുണ്ട്, BSE കാണുന്നുണ്ട്. ഇപ്പോൾ എന്താണ് ഇതിൽ ഏത് വേണമെങ്കിൽ എനിക്കിപ്പോൾ ഈ ഒരു ഇതിൽ മൾട്ടിപ്പിൾ സ്റ്റോക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത്തരത്തിൽ നിങ്ങൾക്ക് പുതിയ വാച്ച് ലിസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ എന്താണ് ഇവിടെ വരെ ക്രിയേറ്റ് കൊടുക്കുക, അല്ലെങ്കിൽ ഇവിടെ ഓൾറെഡി T1 എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ട് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് എന്താണ് ടെസ്റ്റ് തന്നെ വെച്ചിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ സ്റ്റോക്സ് ഈ ഒരു രീതിയിൽ നമുക്ക് ഏത് സ്റ്റോക്കാണോ നോക്കേണ്ടത് ആ സ്റ്റോക്കുകൾ നമുക്ക് ഈ ഒരു പുതിയ ലിസ്റ്റിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്തരത്തിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി എന്താണ് ഇവിടെ ഈ ഒരു മോറിൽ വന്നിട്ട് ചാർട്ട് എന്ന് പറഞ്ഞിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നിങ്ങൾക്ക് ഈ ഒരു സ്റ്റോക്കിൻ്റെ ചാർട്ട് എടുക്കണം. അതായത് ചാർട്ടിനെ പറ്റി നമുക്ക് മുന്നോട്ട് ഡിസ്കസ് ചെയ്യാം. ചാർട്ട് എന്ന് പറഞ്ഞാൽ ആ പർട്ടിക്കുലർ സ്റ്റോക്കിൻ്റെ പ്രൈസ് മൂവ്മെൻറ്റ്സ് മനസ്സിലാക്കി തരാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ചാർട്ട് എന്താണെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും. പലതരത്തിലുള്ള ചാർട്ടുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത്തരത്തിൽ സ്റ്റോക്കുകളുടെ പ്രൈസ് മൂവ്മെൻറ്റ്സ് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ചാർട്ടാണ് പ്രൈസ് ചാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ടാറ്റ മോട്ടോഴ്സിൻ്റെ പ്രൈസ് ചാർട്ട് ഈ ഒരു സൈഡിൽ ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. ചാർട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണുന്ന ഇപ്പോൾ ടാറ്റ മോട്ടോഴ്സിൻ്റെ പ്രൈസ് ചാർട്ട് കറൻ്റ് ഉള്ള മാർക്കറ്റ് ഇപ്പോൾ ലൈവ് ആണ്. ഇപ്പോൾ കറൻ്റ് മാർക്കറ്റിലുള്ള മൂവ്മെൻറ്റ്സ് എന്താണ് നമുക്കിവിടെ നോക്കി മനസ്സിലാക്കാൻ പറ്റും. ചാർട്ട് ഇവിടെ ഓപ്പൺ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെയുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇനി എന്താണ് നമുക്കിനി സ്റ്റോക്സിലേക്ക് ബൈ ചെയ്യുന്നത്, എങ്ങനെയാണ് ഒരു സ്റ്റോക്ക് ബൈ ചെയ്യാന്ന് നോക്കാം. അപ്പോൾ ബൈ ചെയ്യുന്ന നമ്മൾ മുന്നേ തിയറി പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. നമുക്ക് രണ്ട് രീതിയിൽ സ്റ്റോക്സ് നമുക്ക് ബൈ ചെയ്യാം. ഒന്ന് നമുക്ക് ഇൻട്രാഡേ ആയിട്ട് ബൈ ചെയ്യാം. ഇൻട്രാഡേ എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ഒരു ദിവസത്തെ, അതായത് ഒരു ദിവസം സ്റ്റോക്ക് വാങ്ങി വിറ്റ് പൈസ ഏൺ ചെയ്യാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ട്രേഡ്സിൽ നമുക്ക് ഇൻട്രാഡേ, ഒരു ദിവസം അന്നത്തെ ദിവസം പൊസിഷൻ എടുക്കുന്നു, അന്ന് തന്നെ ആ ഒരു ട്രേഡ് നിങ്ങൾ ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്തരം ട്രേഡ്സിനാണ് നമ്മൾ ഇൻട്രാഡേ അല്ലെങ്കിൽ ഡേ ട്രേഡ് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഓർഡർ ടൈപ്പ് നമുക്ക് അവൈലബിൾ ആണ്. ഇൻട്രാഡേ ഓർഡേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. അതിനെപ്പറ്റി നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഇനി നിങ്ങൾ വിചാരിക്കുന്നു ഇന്ന് ഒരു പർട്ടിക്കുലർ സ്റ്റോക്ക് വാങ്ങുന്നു, നിങ്ങൾ വിചാരിക്കുന്നു ഇന്നത്തെ ദിവസം സെല്ല് ചെയ്യുന്നില്ല, മേ ബി നാളെ സെല്ല് ചെയ്യാം, അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞ് സെല്ല് ചെയ്യാം, ഒരു മാസം കഴിഞ്ഞ് സെല്ല് ചെയ്യാം, ഒരു കൊല്ലം കഴിഞ്ഞ് സെല്ല് ചെയ്യാം, ഏത് പീരീഡ് ആണെങ്കിലും അന്നത്തെ സെയിം ഡേ അല്ല വേറെ ഏതെങ്കിലും ദിവസമാണ് നിങ്ങൾ സെല്ല് ചെയ്യുന്നുണ്ടെങ്കിൽ, അങ്ങനെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ പ്ലേസ് ചെയ്യേണ്ട അല്ലെങ്കിൽ യൂസ് ചെയ്യേണ്ട ഓർഡർ എന്ന് പറയുന്നത് ഡെലിവറി ഓർഡേഴ്സ് ആണ്. ഇപ്പോൾ ഇതിലാണെങ്കിൽ എന്താണ്, ഇതിൽ ഇൻട്രാഡേ ഓർഡേഴ്സ് ഉണ്ട്, ലോങ് ടേം എന്ന് പറഞ്ഞാണ് ഉള്ളത്. അപ്പോൾ ലോങ് ടേമിൽ അപ്സ്റ്റോക്സ് ഉള്ളത് ഡെലിവറി എന്നായിരിക്കും അതിൻ്റെ പേര്. അപ്പോൾ ചെറിയ അതാണ് നേരത്തെ പറഞ്ഞ പേരിൽ മാത്രമായിരിക്കും ഡിഫറൻസ് ഉണ്ടാവുക. ഞാൻ ഇതിലൂടെ അപ്സ്റ്റോക്സിലൂടെ ബൈ ബട്ടൺ ക്ലിക്ക് ചെയ്യാണ്. ബൈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ റൈറ്റ് സൈഡിൽ പുതിയൊരു സെക്ഷൻ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇവിടെയാണ് നമുക്ക് ഓർഡേഴ്സും മറ്റും പ്ലേസ് ചെയ്യാൻ പറ്റുക. ഓക്കെ, ഇവിടെ നെറ്റിന് ചെറിയ എന്തോ ഒരു ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, നെറ്റ് കണക്റ്റായിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഞാൻ ഇപ്പോൾ ടാറ്റ മോട്ടോഴ്സിൽ ബൈ ബട്ടൺ ക്ലിക്ക് ചെയ്തപ്പോൾ ഇവിടെ റൈറ്റ് സൈഡിൽ ഒരു ബോക്സ് ഓപ്പൺ ആയിട്ട് വന്നു. അവിടെ തന്നെ എന്താണ് ഇവിടെ NSE ഉണ്ട്, BSE ഉണ്ട്. എനിക്ക് എന്താണ് ഇതിൽ ഏത് എക്സ്ചേഞ്ച് വേണമെങ്കിൽ എനിക്കിവിടെ സെലക്ട് ചെയ്യാം. രണ്ട് എക്സ്ചേഞ്ചിൻ്റെ പ്രൈസ് ഓൾമോസ്റ്റ് സിമിലർ ആയിരിക്കും. ചെറിയ മാറ്റം, വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഞാൻ ഇപ്പോൾ NSE സെലക്ട് ചെയ്യാണ്. NSE സെലക്ട് ചെയ്തു. ഇവിടെ റെഗുലർ ആണ് ഇവിടെ ഡിഫോൾട്ട് ആയിട്ട് സെലക്ട് ആയിട്ടുണ്ടാവുക. ഇനീഷ്യലി നിങ്ങൾ ആ റെഗുലർ യൂസ് ചെയ്താൽ മതി. റെഗുലർ സെലക്ട് ആയിട്ടുണ്ട്. ഇനി ഞാൻ പറഞ്ഞു രണ്ട് ഓപ്ഷൻസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഡെലിവറി ഉണ്ട്, നമുക്ക് ഇൻട്രാഡേ ഉണ്ട്. ഇപ്പോൾ ഡെലിവറി സെയിം ലോങ് ടേം തൊട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് സെയിം ഡേ സെല്ല് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് എന്താണ് നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് സെല്ല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഡെലിവറി ആണ് നമ്മൾ സ്റ്റോക്കുകൾ വാങ്ങേണ്ടത്. ഇനി അപ്പോൾ അത് ഞാനിപ്പോൾ ഡെലിവറി ആണ് ഇവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഇൻട്രാഡേ ആണെങ്കിൽ ഇവിടെ സെലക്ട് ചെയ്യാം. ഞാൻ ഇപ്പോൾ ഡെലിവറി സെലക്ട് ചെയ്തു. ഇനി എന്താണ് ക്വാണ്ടിറ്റി, എത്ര ക്വാണ്ടിറ്റിയാണ് വാങ്ങേണ്ടത്. ഒരു സ്റ്റോക്കിൻ്റെ വിലയാണ് 613 എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് എത്ര സ്റ്റോക്കാണ് വേണ്ടതെന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇവിടെ 10 സ്റ്റോക്ക് ആണെങ്കിൽ 10 സ്റ്റോക്ക് ഞാൻ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. 10 സ്റ്റോക്ക് എൻ്റർ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും റിക്വയർഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ താഴെ കാണിക്കുന്നത് 6130 6130 രൂപ കാണിക്കുന്നുണ്ട്. അതായത് ഒരു സ്റ്റോക്കിൻ്റെ വിലയാണ് 613. അത്തരത്തിൽ നമ്മൾ 10 സ്റ്റോക്കുകൾ വാങ്ങണം എന്നുണ്ടെങ്കിൽ 6000, അതായത് 613 ഇൻറ്റു 10 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 6134 കിട്ടും. അപ്പോൾ എന്താണ് എത്ര എമൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു സ്റ്റോക്ക് വാങ്ങി നമുക്ക് അത് ഓൺ ചെയ്യാൻ പറ്റുള്ളൂ. ആ സ്റ്റോക്ക് നമുക്ക് വാങ്ങി നമ്മളൊരു ഓണർ ആകുകയാണ്. അപ്പോൾ ഈ ഒരു 10 സ്റ്റോക്കിൻ്റെ ഓണറായി ഞാൻ മാറുകയാണ്. ഓക്കെ, അപ്പോൾ അത്ര എനിക്ക് ഓൺ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഇവിടെ എന്താണ് ക്വാണ്ടിറ്റി 10 കൊടുത്തു, അതിൻ്റെ എമൗണ്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇനി അതേപോലെ തന്നെ നമുക്ക് ഇവിടെ എന്താണ്
ഇവിടെ രണ്ട് ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, ഇവിടെ എന്താണ് ഓർഡർ ടൈപ്പ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഓർഡർ ടൈപ്പ് ഇവിടെ നിങ്ങൾ SL ലിമിറ്റ്, SL സ്റ്റോപ്പ് ലോസിനെ പറ്റി, സ്റ്റോപ്പ് ലോസ് ആണ് SL ലിമിറ്റ്, SL മാർക്കറ്റും. അതിനെപ്പറ്റി ഇനീഷ്യലി നിങ്ങൾ ബോധമുണ്ട്, നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ കറന്റ് മാർക്കറ്റും ലിമിറ്റും മാത്രം നോക്കിയാൽ മതി. അപ്പോൾ മാർക്കറ്റ് ഓർഡർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ബൈ ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഓർഡർ പ്ലേസ് ആവുന്ന സമയത്ത് എത്രയാണോ മാർക്കറ്റിൽ ആ ഒരു സ്റ്റോക്കിന്റെ പ്രൈസ് ഉള്ളത്, ആ ഒരു പ്രൈസിൽ അവിടെ എക്സിക്യൂട്ട് ആവും. അതാണ് മാർക്കറ്റ് ഓർഡർ എന്ന് പറയുന്നത്. ഇപ്പോൾ കറന്റ് എന്താണ് 612 സംതിങ് ആണ്, ആ ഒരു പ്രൈസിൽ എക്സിക്യൂട്ട് ആവും. എന്നാൽ ലിമിറ്റ് ഓർഡർ എനിക്കൊരു പർട്ടിക്കുലർ പ്രൈസിൽ ഈ ഒരു സ്റ്റോക്ക് വാങ്ങണം. ഇപ്പോൾ 612 ആണ്, ഞാൻ വിചാരിക്കുന്നു 610 വാങ്ങണമെന്നുണ്ടെങ്കിൽ എനിക്കിവിടെ 610 എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴാണോ ഈ ഒരു സ്റ്റോക്കിന്റെ പ്രൈസ് 610 വരുന്നത് ആ സമയത്ത് മാത്രമായിരിക്കും ഈ ഒരു ട്രേഡ് എക്സിക്യൂട്ട് ആവുക. അല്ലാന്നുണ്ടെങ്കിൽ അതുവരെ ആ ഒരു ഓർഡർ അവിടെ പെൻഡിംഗ് ആയിട്ട് കിടക്കും. ഇനി ഇൻ കേസ് അന്നത്തെ ദിവസം ആ ഒരു ലെവലിലേക്ക് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ദിവസം കഴിയുമ്പോൾ ആ ഒരു ഓർഡർ ഓട്ടോമാറ്റിക്കലി ക്യാൻസൽ ആവും. ഓക്കെ, ഞാനിപ്പോൾ മാർക്കറ്റ് ഓർഡർ ജസ്റ്റ് പ്ലേസ് ചെയ്ത് കാണിക്കുകയാണ്. ടാറ്റ മോട്ടോഴ്സ് ഇപ്പോൾ 612 രൂപ ലെവലിലാണുള്ളത്. റിവ്യൂ ബൈ ഓർഡർ കൊടുക്കുകയാണ്. അതിൻ്റെ ചാർജസ് എത്രയാണെന്നുള്ളത് കാണിക്കും. സബ്മിറ്റ് കൊടുക്കുകയാണ്. ഓക്കെ, സബ്മിറ്റ് കൊടുത്തു. ഇവിടെ എന്താണ്, ഇവിടെ ഓർഡേഴ്സിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ടാറ്റ മോട്ടോഴ്സ് ഇവിടെ സ്റ്റാറ്റസ് എന്താണ് കംപ്ലീറ്റ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. ഡെലിവറി ആണ്. ബൈ എത്ര രൂപക്കാണ് നമ്മൾ ആവറേജ് ബൈ പ്രൈസ് എന്ന് പറയുന്നത്, ആവറേജ് പ്രൈസ് 612 രൂപ 90 പൈസക്കാണ് ഈ ഒരു സ്റ്റോക്ക് വാങ്ങിയിട്ടുള്ളത്. ഇനി ഇവിടെ ഈ ഒരു പൊസിഷനിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും നേരത്തെ ഇവിടെ പൊസിഷൻ empty ആയിരുന്നു. ഇപ്പോൾ കറന്റ് എന്താണ് ഈ സ്റ്റോക്ക് ഞാൻ ഇവിടെ വാങ്ങിയതുകൊണ്ട് ഇപ്പോൾ 10 ക്വാണ്ടിറ്റി ഇവിടെ കാണിക്കുന്നുണ്ട്. അതിൻ്റെ ഇന്നത്തെ ദിവസത്തെ P&L എനിക്കിപ്പോൾ 6 രൂപ ലാഭത്തിലാണ് ഞാനുള്ളത്. അപ്പോൾ അതിവിടെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പോൾ ഞാൻ ഡെലിവറിയാണ് ഇട്ടിട്ടുള്ളത്. അതായത് ഡെലിവറി എന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് ദിവസം കയ്യിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിലും നമ്മൾ വാങ്ങുന്ന ദിവസം ആ ഒരു സ്റ്റോക്ക് കാണിക്കാം, ഈ ഒരു പൊസിഷൻ്റെ അണ്ടറിലായിരിക്കും കാണിക്കാം. വൺസ് നമ്മളത് വാങ്ങി അന്നത്തെ ദിവസം നമ്മളത് സെല്ല് ചെയ്തിട്ടില്ല, നെക്സ്റ്റ് ഡേയിലേക്ക് പോകുന്ന സമയത്താണ് ഈ ടാറ്റ മോട്ടോഴ്സ് എന്ന് പറഞ്ഞ സ്റ്റോക്കിൻ്റെ ഈ ഒരു 10 ക്വാണ്ടിറ്റി ഈ ഒരു ഹോൾഡിംഗ്സിലേക്ക് ട്രാൻസ്ഫർ അല്ലെങ്കിൽ ഹോൾഡിംഗ്സിലേക്ക് മാറുക എന്ന് പറയുന്നത് നെക്സ്റ്റ് ഡേ മുതലാണ്. അന്നത്തെ ദിവസം ഇത് ആ ഒരു ഇവിടെ തന്നെയായിരിക്കും കിടക്കുന്നുണ്ടാവുക. ഓക്കെ, അത് ജസ്റ്റ് ഓർത്ത് വെക്കുക. അപ്പോൾ എന്താണ്, ഇതാണ് മാർക്കറ്റ് ഓർഡർ. ഇപ്പോൾ ഡെലിവറി ഓർഡർ, ഇപ്പോൾ ഞാൻ ഈ സ്റ്റോക്ക് എൻ്റെ കയ്യിലേക്ക് വാങ്ങി വെച്ചു. ഇനി എന്താണ്, ഈ ഒരു 10 സ്റ്റോക്കിൻ്റെ ഓണർ ഞാനാണ് ഈ സ്റ്റോക്കിൻ്റെ ഓണർ. എനിക്ക് വേണമെങ്കിൽ സെല്ല് ചെയ്യാതിരിക്കാം. ഇനി ഇത് ഒരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടത്, ഇനി ഇൻ കേസ് എനിക്ക് വേണം എന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ഒരു ഡെലിവറിയിൽ ഇട്ട് സ്റ്റോക്ക് ആണെങ്കിലും എനിക്ക് സെയിം ഡേ സെല്ല് ചെയ്യാം. ഇവിടെ വന്നിട്ട് സ്ക്വയർ ഓഫ് എന്നാണ് നമുക്ക് ഓപ്ഷൻ ഉള്ളത്. സ്ക്വയർ ഓഫിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മാർക്കറ്റ് പ്രൈസിലാണെങ്കിൽ എനിക്കിവിടെ മാർക്കറ്റ് പ്രൈസിൽ എക്സിറ്റ് ചെയ്യാം, സെയിം ഡേ എക്സിറ്റ് ചെയ്യാം. അപ്പോൾ അതിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഈവൻ നമ്മൾ ഇൻട്രാഡേ അല്ല ഡെലിവറിയിലാണ് സ്റ്റോക്ക് വാങ്ങുന്നത് എന്നുണ്ടെങ്കിൽ പോലും നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് സെയിം ഡേ സെല്ല് ചെയ്യുന്നതിന് പ്രശ്നങ്ങളൊന്നുമില്ല, സെല്ല് ചെയ്യാൻ പറ്റും. അപ്പോൾ ഡെലിവറി നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി എന്താണ്, ഓക്കെ, ഇനി എന്താണ് ഇവിടെ വീണ്ടും ബൈയിൽ ക്ലിക്ക് ചെയ്യാണ്. ബൈയിൽ ക്ലിക്ക് ചെയ്യുന്നു. ഞാൻ ഇനി നേരത്തെ പറഞ്ഞു എനിക്കിപ്പോൾ ഒരു പർട്ടിക്കുലർ പ്രൈസിലാണ് വാങ്ങേണ്ടത്, ഡെലിവറിയിൽ പർട്ടിക്കുലർ പ്രൈസിലാണ് വാങ്ങേണ്ടതെന്നുണ്ടെങ്കിൽ എനിക്കിവിടെ ലിമിറ്റ് പ്രൈസിൽ ഇവിടെ പ്രൈസ് എൻ്റർ ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നോക്കാൻ പോകുന്ന ഇൻട്രാഡേ ഓർഡർ, അതായത് ഇന്നത്തെ ദിവസം ഞാൻ ഒരു പൊസിഷൻ എടുക്കുന്നു, ഇന്നത്തെ ദിവസം തന്നെ എക്സിറ്റ് ചെയ്യാൻ, ഇന്നത്തെ ദിവസം അതായത് ഇന്ന് ഞാൻ ഒരു സ്റ്റോക്ക് വാങ്ങുന്നു, ഇന്നത്തെ മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ ആ ഒരു സ്റ്റോക്ക് ഞാൻ സെല്ല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷനാണ് ഈ പറയുന്ന ഇൻട്രാഡേ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻട്രാഡേ ക്ലിക്ക് ചെയ്യുക. ഇനി എന്താണ്, നിങ്ങൾക്ക് ഇപ്പോൾ 613 ടാറ്റ മോട്ടോഴ്സ് ഞാൻ ഇവിടെ 10 ക്വാണ്ടിറ്റി കൊടുക്കുകയാണ്. ബാക്കി എല്ലാ ഓപ്ഷൻസ് സെയിം ആണ്. ഇപ്പോൾ ഇൻട്രാഡേ ആണ് സെലക്ട് ചെയ്തത്. അപ്പോൾ ആ സമയത്ത് ഇൻട്രാഡേ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ഇവിടെ വേണ്ട ഈ റിക്വയർഡ് നേരത്തെ 6000 സംതിങ് ഉണ്ടായിരുന്ന പ്രൈസ് ഇവിടെ നിന്നാണ് ഇപ്പോൾ 1200 മതി. കാരണം ഇൻട്രാഡേ ചെയ്യുന്ന സമയത്ത് നമുക്ക് ലീവറേജ് കിട്ടും. അതായത് ഇപ്പോൾ ബ്രോക്കേഴ്സ് 5 ടൈംസ് വരെ ലീവറേജ് കിട്ടും. അതായത് ടോട്ടൽ എമൗണ്ട് ഡിവൈഡ് ബൈ 5 ചെയ്യുന്ന ആ ഒരു എമൗണ്ട് മതി നമുക്ക് ഇൻട്രാഡേ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു എന്താണ്, ഇപ്പോൾ 50,000 രൂപേൻ്റെ വർത്ത് ആയിട്ടുള്ള സ്റ്റോക്കുകളാണ് ഞാൻ വാങ്ങുന്നത് എന്നുണ്ടെങ്കിൽ, അതായത് 100 രൂപ വിലയുള്ള 500 സ്റ്റോക്കാണ് ഞാൻ വാങ്ങുന്നുണ്ടെങ്കിൽ ടോട്ടൽ 50,000 ആവും. അപ്പോൾ ആ ഒരു സ്റ്റോക്ക് ഇൻട്രാഡേക്ക് വേണ്ടി വാങ്ങണമെന്നുണ്ടെങ്കിൽ എൻ്റെ അക്കൗണ്ടിൽ 10,000 റുപ്പീസ് മതി. 10,000 രൂപ ഉണ്ടെങ്കിൽ എനിക്ക് ആ ഒരു സ്റ്റോക്ക് വാങ്ങാൻ പറ്റും. അപ്പോൾ അതിനാണ് ലീവറേജ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ആ റിക്വയർഡ് എമൗണ്ട് എന്ന് പറഞ്ഞിട്ട് കുറവ് എമൗണ്ട് കാണിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ എന്താണ് റിക്വയർഡ് എമൗണ്ട് അതാണ്. ഇനി ഇവിടെ എന്താണ്, ഇപ്പോൾ ഇൻട്രാഡേ ഞാൻ മാർക്കറ്റ് ഓർഡർ ഇവിടെ പ്ലേസ് ചെയ്യാണ്. മേ ബി ഇപ്പോൾ ഈ ഓർഡർ ചിലപ്പോൾ റിജക്റ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇപ്പോൾ മാർക്കറ്റ് ഇപ്പോൾ ഓൾമോസ്റ്റ് ക്ലോസ് ആവാനായിട്ടുണ്ട്. ഞാൻ എന്തായാലും പ്ലേസ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഫെയിൽഡ് എന്ന് കാണിച്ചു. കാരണം 3:20 വരെയാണ് നമുക്ക് ഇൻട്രാഡേ ഓർഡേഴ്സ് ഇപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇൻട്രാഡേ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാൻ പറ്റുക. ഇപ്പോൾ ഇവിടെ 3:24 ആയി, മാർക്കറ്റ് ഓൾമോസ്റ്റ് ക്ലോസ് ആവാനായി. അതുകൊണ്ടാണ് എനിക്കിവിടെ ഫെയിൽഡ് എന്ന് കാണിച്ചിട്ടുള്ളത്. ഇനി അതിന് പകരം എന്താണ്, സിമ്പിളാണ്, അത്രേ ഉള്ളൂ. ഇപ്പോൾ ഡയറക്റ്റ് ഇപ്പോൾ ഞാൻ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ സംഭവിച്ച പോലെ നോർമലി ആണെങ്കിൽ കംപ്ലീറ്റ് എന്ന് പറഞ്ഞ് കാണിക്കും. ഇപ്പോൾ 3:24 ആയതുകൊണ്ടാണ് ഈ ഓർഡർ ഇപ്പോൾ ഇവിടെ ക്യാൻസൽ ആയത്. ഇപ്പോൾ ഈ ഒരു ഇതിലൂടെ ഓർഡർ വരും. അപ്പോൾ എന്താണ്, അതിനുശേഷം നമുക്ക് ഇവിടെ വീണ്ടും ഈ ഒരു ടാറ്റ മോട്ടോഴ്സ് പറഞ്ഞിട്ട് വീണ്ടും ഒരു സെപ്പറേറ്റ് കോളം ഒരു ബോക്സ് ഇവിടെ വരും. അവിടെ എന്താണ് ഈ പ്രൊഡക്റ്റ് ടൈപ്പിന് അവിടെ ഉണ്ടാവുക, ഇൻട്രാഡേ എന്ന് പറഞ്ഞായിരിക്കും ഉണ്ടാവുക. ക്വാണ്ടിറ്റി കാണിക്കും, ആവറേജ് പ്രൈസ് കാണിക്കും, ബാക്കി ഡീറ്റെയിൽസ് കാണിക്കും. അപ്പോൾ അങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ അതാണ് ഇൻട്രാഡേ ഓർഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻട്രാഡേ ഓർഡർ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അന്നത്തെ ദിവസം തന്നെ സെല്ല് ചെയ്തിട്ടുണ്ടാവണം. നമ്മൾ സെല്ല് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു 3:20 3:15 ആവുന്ന സമയത്ത് നമ്മുടെ ബ്രോക്കർ ഓട്ടോമാറ്റിക്കലി സെല്ല് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവൺ നമ്മൾ സെല്ല് ചെയ്തിട്ടില്ല, ഇൻട്രാഡേയിലാണ് വാങ്ങിയതെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി സെല്ല് ചെയ്യും. ഇനി എന്താണ്, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ ഡെലിവറിയിലാണ് വാങ്ങുന്നത് എന്നുണ്ടെങ്കിലും ഇന്ന് ഞാൻ ഇത് വിറ്റിട്ടില്ല എന്നുണ്ടെങ്കിൽ നാളെ ഇത് എൻ്റെ അക്കൗണ്ടിൽ ഉണ്ടാവും. ഓക്കെ, ഇനി എനിക്ക് വേണമെങ്കിൽ സെയിം ഡേ സെല്ല് ചെയ്യാം. ഞാൻ സ്ക്വയർ ഓഫ് ചെയ്യാണ്.
മാർക്കറ്റ് പ്രൈസിൽ ഈ ഒരു സ്റ്റോക്ക് സ്കോർ ഓഫ് ചെയ്തു. എന്താണ്, ഞാൻ ഈ ഒരു സ്റ്റോക്ക് ഇപ്പോൾ സെല്ല് ചെയ്തു. ഇപ്പോൾ ക്വാണ്ടിറ്റി എന്താണ്, നമ്മൾ സ്റ്റോക്ക് കംപ്ലീറ്റ് ആയിട്ട് സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലെ ക്വാണ്ടിറ്റി 0 ആയിട്ട് മാറും. നേരത്തെ 10 ഉണ്ടായത് ഇപ്പോൾ 0 ആയി. അപ്പോൾ നമുക്ക് സെയിം ഡേ സെല്ല് ചെയ്യുന്നതിനും പ്രശ്നമില്ല. അപ്പോൾ എന്താണ്, കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇൻട്രാഡേ ഓർഡറും ഡെലിവറി ഓർഡറും നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി ഒരു കാര്യം കൂടി അപ്സ്റ്റോക്സിലുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്, നമുക്കിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മോർ ക്ലിക്ക് ചെയ്ത്, ഇപ്പോൾ ഞാൻ റിലയൻസ് എടുക്കാം, മോറിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ട്രേഡിംഗ് വ്യൂ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ട്രേഡിംഗ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സെപ്പറേറ്റ് വിൻഡോ നമുക്ക് ഓപ്പൺ ആയിട്ട് വരും. ഒരു ചാർട്ട് മാത്രമുള്ള ഒരു വിൻഡോ. ഓക്കെ, ചാർട്ട് മാത്രമുള്ള ഒരു വിൻഡോ ഇത്തരത്തിൽ നമുക്ക് ചാർട്ട് മാത്രമുള്ള ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. ഈ ഒരു വിൻഡോയിൽ നമുക്ക് എന്താണ്, ഈ ഒരു ചാർട്ടിൽ നിന്ന് നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റും. ഓക്കെ, ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഈ ഒരു ചാർട്ട് ഉപയോഗിച്ച് ട്രേഡ് എടുക്കാൻ പറ്റും. ജസ്റ്റ് ഞാൻ ഇവിടെ കാണിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഈ ഒരു ചാർട്ടിൽ എന്താണ്, ഇവിടെ ഈ ഒരു ബോക്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും നമ്മൾ ഇന്ന് എടുത്തിട്ടുള്ള ഓർഡേഴ്സും അതിൻ്റെ ഫണ്ട് പൊസിഷൻസ് ഹോൾഡിങ്സ് കാര്യങ്ങൾ പൊസിഷൻ്റെ കറണ്ട് സ്റ്റാറ്റസ്. ഓക്കെ, ഞാൻ ജസ്റ്റ് റിഫ്രഷ് ചെയ്യാണ്. ഓക്കെ, ഇതിപ്പോൾ ക്ലോസ്ഡ് പൊസിഷൻ ആയതുകൊണ്ടാണ്. ഓക്കെ, പൊസിഷൻ ക്ലോസ് ചെയ്തുകൊണ്ടാണ് കാണിക്കാത്തത്. ഓക്കെ, ഇവിടെ ക്ലോസ്ഡ് പൊസിഷനിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ആ ടാറ്റ മോഡൽസ് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ പൊസിഷനിൽ കാണിക്കുക ഓപ്പൺ ആയിട്ട് കിടക്കുന്ന പൊസിഷനാണ്. ക്ലോസ് ചെയ്ത പൊസിഷൻസ് ഇവിടെയാണ് കാണിക്കുക. ഇനി ഞാൻ എന്താണ്, ജസ്റ്റ് ഇവിടെ ചാർട്ട് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ട്രേഡ് എടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജസ്റ്റ് ഇവിടെ ഏതാണ് സ്റ്റോക്ക് വേണ്ടത് ഇവിടെ നോക്കുക. ഇപ്പം നിങ്ങൾക്കിപ്പം ITC എന്ന് പറഞ്ഞ സ്റ്റോക്ക് ആണെങ്കിൽ ഇവിടെ ITC സെർച്ച് ചെയ്യുക. ഇത്തരത്തിൽ ചാർട്ട് ഓപ്പൺ ചെയ്ത് എടുക്കാൻ പറ്റും. ഇനി ചാർട്ട് നിങ്ങൾക്ക് ട്രേഡ് എടുക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ട്രേഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ പറ്റും. ട്രേഡ് കൊടുക്കുക. ഇനി എന്താണ്, നിങ്ങൾക്ക് ബൈ ആണെങ്കിൽ ബൈ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അതിനുശേഷം എന്താണ്, ഈ ഒരു ബോക്സിൽ നിങ്ങൾക്ക് എന്താണ് പ്രൊഡക്റ്റ് ടൈപ്പ് ഏതാണ് പ്രൊഡക്റ്റ്, ഇപ്പോൾ ഡെലിവറി ആണെങ്കിൽ ഡെലിവറി കൊടുക്കുക. പ്രൈസ് എത്രയാണ്, ഞാൻ മാർക്കറ്റ് പ്രൈസിലാണ് വാങ്ങുന്നത്, മാർക്കറ്റ് കൊടുക്കുന്നു. 10 ക്വാണ്ടിറ്റി എന്താണ് ITC, ഇവിടെ ഞാൻ ബൈ പ്ലേസ് ചെയ്യാണ്. എന്താണ് ITC, ഡെലിവറി ഏതാണ്, പ്രൊഡക്റ്റ് ടൈപ്പ് ഡെലിവറി. പ്രൊഡക്റ്റ് ടൈപ്പ് നമ്മൾ ഡെലിവറിയിലാണ് എടുക്കുന്നത്, ഇൻട്രാഡേ അല്ല ഡെലിവറിയിലാണ്. ഇൻട്രാഡേ ഇട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ റിജക്റ്റ് ആവും, അതുകൊണ്ടാണ് ഞാൻ ഡെലിവറി ഇട്ടിട്ടുള്ളത്. എന്താണ് വാലിഡിറ്റി നിങ്ങൾ നോക്കേണ്ട, വാലിഡിറ്റി ഡേ ആയിട്ട് കീപ്പ് ചെയ്താൽ മതി, അതിനെ പ്രത്യേകം ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, എന്താണ് ഞാൻ ഇവിടെ ബൈ ITC സെൻഡ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഓർഡർ അവിടെ എക്സിക്യൂട്ട് ആവും. ഇനി എന്താണ്, ഇവിടെ നേരത്തെ ഇവിടെ ഈ ഒരു ഓപ്പൺ പൊസിഷൻസ് empty ആയിരുന്നു. ഇപ്പോൾ എന്താണ് ഓപ്പൺ പൊസിഷൻസ് ആണ് ഇവിടെ കാണിക്കുക. അതിൻ്റെ ഡീറ്റെയിൽസ്, ആ ഒരു ട്രേഡിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കും. കറൻറ്റ്ലി എല്ലാ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഇവിടെ കാണിക്കും. അതുപോലെ തന്നെ ഈ ഒരു ചാർട്ടിൽ തന്നെ നമുക്ക് ഈ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. ഈ ഒരു ബ്ലൂ ബോക്സിൽ കാണുന്നത് 10 ക്വാണ്ടിറ്റി നമ്മൾ ഈ ഒരു സ്റ്റോക്ക് നമ്മൾ ഇപ്പോൾ വാങ്ങിയിട്ടുണ്ട്. അതിൽ 70 പൈസ ഇപ്പോൾ എനിക്ക് കറൻറ്റ്ലി ലാഭത്തിലാണ്. ഇനി എന്താണ്, അപ്പോൾ ഈ ഒരു ലെവലിൽ നമുക്ക് ചാർട്ടിൽ നിന്ന് തന്നെ ഈ ഒരു കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്കിവിടെ നോക്കാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ഒരു അപ്സ്റ്റോക്സിൽ അവൈലബിൾ ആണ്. ഇനി എനിക്ക് എന്താണ്, ഈ ഒരു പൊസിഷൻ എനിക്കിപ്പോൾ ഇവിടെ ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സിംപ്ലി ഇവിടെ ഈ ഒരു ക്ലോസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ക്ലോസ് പൊസിഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, എനിക്ക് സിമ്പിളായിട്ട് ആ ഒരു പൊസിഷൻ അവിടെ ക്ലോസ് ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ കമ്പാരിറ്റീവ്ലി സെറോദിൽ ഇങ്ങനെ ഒരു ഫീച്ചർ അവൈലബിൾ അല്ല. ഇപ്പോൾ സെറോദിൽ അവൈലബിൾ അല്ലാത്ത കുറേ ഫീച്ചേഴ്സ് നമുക്ക് അപ്സ്റ്റോക്സിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ ഒരു പ്ലാറ്റ്ഫോമുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്. എനിക്ക് ആ ഒരു ഇൻട്രാഡേ ഓർഡർ കാണിച്ചു തരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, കാരണം ഈ ഒരു മാർക്കറ്റ് ഇപ്പോൾ ഓൾമോസ്റ്റ് എൻഡ് ആവാനായതുകൊണ്ടാണ് കാണിക്കാൻ പറ്റുന്നത്. ബട്ട് ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു സെറോദിൻ്റെ ട്യൂട്ടോറിയൽ കൂടി നിങ്ങൾക്ക് കാണാൻ പറ്റും. രണ്ടും ഈ പറഞ്ഞ പോലെ തന്നെ രണ്ടും ഓൾമോസ്റ്റ് സിമിലർ ആണ്, വലിയ ഡിഫറൻസും കാര്യങ്ങളൊന്നുമില്ല. ഇനി ജസ്റ്റ് നിങ്ങൾ ഈ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. വേറെയും കുറേയധികം ഓപ്ഷൻസ് ഇത് നോക്കിക്കഴിഞ്ഞാൽ കുറേയധികം ടൂൾസ്, ഈ ചാർട്ട് അനാലിസ് ചെയ്യാൻ കുറേയധികം ടൂൾസും കാര്യങ്ങളും നമുക്ക് അവൈലബിൾ ആണ്. അതൊക്കെ ഇതിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും, ഈ ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെ ചെയ്യാൻ പറ്റും. ബട്ട് അതിലേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല. ജസ്റ്റ് എങ്ങനെയാണ് പ്ലാറ്റ്ഫോം ഉപയോഗിക്കുക, ട്രേഡ്സ് പ്ലേസ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ മാത്രമാണ് നമ്മളിപ്പോൾ നോക്കിയത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ.